ഹലോ, നോളജ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടാവും ഈ ലോക പ്രശസ്ത ആഹാരങ്ങളായിട്ടുള്ള ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ. അതും മാക്ഡൊണാൾഡ്സിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടാകും അല്ലേ? എന്നാൽ മാക്ഡൊണാൾഡ്സ് കോർപ്പറേഷൻ എങ്ങനെയാണ് ബർഗറും ഫ്രൈസും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതെ, അതാണ് ഇന്നത്തെ നമ്മുടെ നോളജ് മലയാളത്തിന്റെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. ഫ്രഞ്ച് ഫ്രൈസ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. അവിടെ ആവശ്യമായ അത്രയും ദിവസങ്ങൾ ഉരുളക്കിഴങ്ങ് വെയിലിൽ വളർത്തുന്നു. വിളവെടുപ്പിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒരു വലിയ പൊട്ടറ്റോ പീലറിൽ ഇടുന്നു. ഇതിന്റെ പ്രവർത്തനം ഒരു വാഷിംഗ് മെഷീൻ്റെത് പോലെയാണ്, പക്ഷേ ഡ്രമ്മിന്റെ വശങ്ങൾ പരുക്കനാണെന്ന് മാത്രം. അതിനുശേഷം ഉരുളക്കിഴങ്ങുകൾ ഒരു ബെൽറ്റിലൂടെ കടത്തിവിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നു. തുടർന്ന് ഓരോ ഉരുളക്കിഴങ്ങും നിരവധി ബ്ലേഡുകളിലൂടെ കടന്നുപോയിട്ട് നമ്മൾ സാധാരണ കാണുന്ന ഫ്രൈസുകളായിട്ട് മുറിച്ചെടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ഉരുളക്കിഴങ്ങ് മണിക്കൂറിൽ 37 മൈൽ അഥവാ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. ഉരുളക്കിഴങ്ങിൽ പലപ്പോഴും കറുത്ത പാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അവ നീക്കം ചെയ്യാൻ ലേസർ ഒപ്റ്റിക്കൽ സ്കാനറുകൾ ഉപയോഗിക്കുന്നു. അത് കേടുപാടുകൾ സ്വയം കണ്ടെത്തുകയും കംപ്രസ് ചെയ്ത വായു പ്രവാഹം ഉപയോഗിച്ച് അവ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ വലിയ ബേക്കിംഗ് ഷീറ്റുകളിലാക്കി ഉണക്കിയെടുക്കുന്നു. ഏകദേശം അതേ സമയം തന്നെ സ്പെഷ്യലിസ്റ്റുകൾ അവസാനഘട്ട ഗുണനിലവാര പരിശോധന നടത്തുകയും അതിനുശേഷം ഫ്രീസ് ചെയ്ത് പാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഉരുളക്കിഴങ്ങുകൾ റെസ്റ്റോറന്റിൽ എത്തിക്കുക മാത്രമാണ് ഇനി ചെയ്യേണ്ടത്. അവിടെ വെച്ച് ഒലിക് ആസിഡ് അടങ്ങിയ എണ്ണയിൽ അവ വറുത്തെടുക്കുന്നു. ഇനി അവരുടെ ബണ്ണുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബണ്ണുകൾ ഉണ്ടാക്കുന്നതിന്റെ ആദ്യഘട്ടം വെള്ളം, ലിക്വിഡ് ഈസ്റ്റ്, ലവണങ്ങൾ എന്നിവ ചേർത്ത് മാവ് കുഴച്ചെടുക്കുന്നതാണ്. തുടർന്ന് 4 മണിക്കൂറോളം ഇത് ഫെർമെന്റേഷൻ റൂമിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം ഈ മാവ് പഞ്ചസാര, ഉപ്പ് തുടങ്ങിയ മറ്റു ചേരുവകളുമായി കലർത്തുന്നു. ബണ്ണുകൾ ഏറ്റവും നല്ല ഒരു ഡയറ്ററി പ്രോഡക്റ്റ് ഒന്നുമല്ല. ബണ്ണ് ഒരു ഡയറ്ററി ആഹാരമൊന്നുമല്ല. എന്നാൽ തന്നെയും ശ്രദ്ധിക്കേണ്ടത് ഇവയിൽ 5% താഴെ മാത്രമേ പഞ്ചസാര ഉള്ളൂ എന്നതാണ്. അടുത്ത ഘട്ടത്തിൽ ഒരു വലിയ മെഷീന് ഈ മാവിനെ ഉരുട്ടിയെടുക്കുകയും അതിനുശേഷം കൺവെയർ അതിനെ ഒരു ചെറിയ ഉരുളകളാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഉരുളകൾക്ക് മേലെ മാവിന്റെ പൊടി വിതറി പ്രത്യേക ബേക്കിംഗ് പാത്രങ്ങളിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും 90 ഡിഗ്രി ഹ്യൂമിഡിറ്റിയിൽ 55 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കുന്നു. ഇനി അവശേഷിക്കുന്നത് എള്ള് വിതറുക എന്നതാണ്. അതിനായിട്ട് ബണ്ണുകൾ ഒരു യന്ത്രത്തിലൂടെ കടത്തിവിടുന്നു. തുടർന്ന് ബണ്ണുകൾ 465 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 240 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വലിയ ഓവനിൽ 8 മുതൽ 9 മിനിറ്റ് വരെ വെക്കുന്നു. ബണ്ണുകൾ നന്നായിട്ട് ബേക്ക് ആയതിനു ശേഷം അവ ഒരു പ്രത്യേക സ്പൈറൽ കൂളറിൽ ഏകദേശം 27 മിനിറ്റ് നേരം തണുക്കാനായിട്ട് വെക്കുന്നു. അതിനുശേഷം സ്പെഷ്യലിസ്റ്റുകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അവ സ്ലൈസിങ്ങിനും പാക്കേജിങ്ങിനും അയക്കുകയുള്ളൂ. മാക്ഡൊണാൾഡ്സിൽ ബീഫ് പാറ്റികൾ ഉണ്ടാക്കുന്ന പ്രക്രിയ വളരെ ലളിതമാണ്. സീൽ ചെയ്ത പ്രത്യേക ട്രക്കുകളിലായാണ് ബീഫ് സംസ്കരണ പ്ലാന്റിൽ എത്തുന്നത്. അവിടെ വെച്ച് മാംസത്തിന്റെ പുതുമയും വിവിധ ബാക്ടീരിയകളുടെ സാന്നിധ്യവും പരിശോധിക്കുന്നു. അതിനുശേഷം കൊഴുപ്പില്ലാത്തതും കൊഴുപ്പുള്ളതും ഒന്നിച്ച് കലർത്തി ഒരു വലിയ മീറ്റ് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നു. ഇതുവഴി സാധാരണ ഏത് ഗ്രോസറി സ്റ്റോറിൽ നിന്നും വാങ്ങാൻ കഴിയുന്നത് പോലെയുള്ള 100% യഥാർത്ഥ ബീഫ് അവർക്ക് ലഭിക്കുന്നു.
ഈ ബീഫ് പാറ്റികളുടെ പിന്നിലെ പ്രധാന രഹസ്യം ഒരു സ്പെഷ്യൽ ഡിവൈസിൽ അവയ്ക്ക് ഷേപ്പ് നൽകിയാലുടൻ തന്നെ 24 മിനിറ്റ് ഒരു ഭീമൻ ഫ്രീസറിൽ അവ വെക്കുന്നു എന്നതാണ്. അതിനുശേഷമാണ് അവ പാക്ക് ചെയ്ത് റെസ്റ്റോറന്റുകളിലേക്ക് അയക്കുന്നത്. ഇതുപോലുള്ള ഒരു ഫാക്ടറിക്ക് ഒരു ദിവസം ഏകദേശം 3 ദശലക്ഷം പാറ്റികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. റെസ്റ്റോറന്റുകളിൽ അകത്തെ ടെമ്പറേച്ചർ കുറഞ്ഞത് 155 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 68 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നത് വരെ ഡബിൾ സൈഡഡ് ഹോട്ട് പ്ലേറ്റുകളിൽ അവ പാകം ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നോളജ് ഗൈഡ് മലയാളം നിങ്ങൾക്ക് പകർന്നു തന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള നോളജ് പകരുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ നോളജ് ഗൈഡ് മലയാളം.